ഹായ്, എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ചാനലാണ് ഇറ്റ്സ് മീ കിച്ചേഴ്സ് എന്ന ചാനൽ. അതിൽ ഞാൻ റീലും പിന്നെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ ഓരോ എൻ്റെ ജീവിതം, അതായത് ന്യൂ ബോൺ വന്നിട്ടുള്ള ജീവിതം, കുട്ടി വന്നതിന് ശേഷമുള്ള അവൻ്റെ കാര്യങ്ങൾ, പിന്നെ എൻ്റെ ട്രിപ്പ്, അങ്ങനെ ഓരോ അങ്ങനെ എൻ്റെ ജീവിതം അത് ഞാൻ യൂട്യൂബിൽ ഇടുകയാണ്. അപ്പോൾ ഞാൻ നമ്മൾ വെറുതെ മറ്റുള്ളവരെ ജീവിതം നോക്കിയിട്ട് ഒന്നും കിട്ടാനില്ല. അവർ ഫേമസായി അവർ അവാർഡ് വാങ്ങുന്നതല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ ഫേമസായി നമ്മൾ അവാർഡ് വാങ്ങുന്നതാണ് മറ്റുള്ളവർ കാണേണ്ടത്. അപ്പോൾ നമ്മൾ വെറുതെ ടൈം കളയാതെ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും വെറുതെ സ്ക്രോൾ ചെയ്ത് കാണാതെ നമ്മളായിട്ട് നിന്ന് നോക്ക്. ഞാനും ഒരു സാധാരണ ഒരു പെൺകുട്ടിയാണ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് നമ്മൾ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ നടക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ്. ഇനിയിപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയുന്നത് പോലെ ഞാൻ വീഡിയോയും കണ്ടൻറ്റുകളൊക്കെ ഇടും. ഞാൻ അത്ര ഫേമസ് ഒന്നും അല്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എൻ്റെ ഡേ മൈ ലൈഫ്, എൻ്റെ ഡെയിലി വ്ളോഗ് അത്. ഇപ്പോൾ ചിലർ ചിന്തിക്കും നമ്മളൊന്നും ഫേമസ് ആവില്ല, ഇവളൊക്കെ സാധാരണ പെൺകുട്ടിയല്ലേ. അങ്ങനെയല്ല, എല്ലാവരും സാധാരണ ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന യൂട്യൂബേഴ്സൊക്കെ നമ്മളെ പോലെ തന്നെ സാധാരണ ആൾക്കാരാണ്. അവർ പരിശ്രമിച്ച് അവർ ശ്രമിക്കുന്നതുകൊണ്ടാണ് അവരങ്ങനെ ഫേമസ് ആയത്. അതേപോലെ തന്നെ നമ്മൾക്കും ആവാം. നമ്മളുടെ ഉള്ളിലൊരു കഴിവുണ്ട്, ആ കഴിവ് നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം. അല്ലാണ്ട് അത് ഉള്ളിൽ വെച്ചതുകൊണ്ടൊന്നും ഒന്നും കിട്ടാനില്ല. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ പെൺകുട്ടിയാണ്, സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ് ഞാനെന്താ വിചാരിച്ചാൽ 18-ാം വയസ്സിൽ കല്യാണം കഴിച്ചു. എൻ്റെ അപ്പത്തിലും പൊട്ടബുദ്ധിക്ക് തോന്നിപ്പോയൊരു മന്ദായിപ്പോയി. അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു പോയി. 19-ാം വയസ്സായപ്പോഴേ കുട്ടിയായി. എനിക്ക് പ്രാരംഭം നോക്കാനുള്ള ഒരു കഴിവേ വന്നിട്ടില്ല. ഇപ്പോഴും എനിക്ക് കുട്ടീനെ നോക്കാനുള്ള ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ എൻ്റെ അമ്മ ഉള്ളതുകൊണ്ടാണ് പകുതി കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയത്. പല പ്രശ്നങ്ങളും, നോർമൽ ഡെലിവറി ആവേണ്ടത് സിസേറിയനായിപ്പോയി. അങ്ങനെ പല പ്രശ്നങ്ങളെയും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന, നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടോ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു യൂട്യൂബിലൂടെ ഇതാക്കുക, മറ്റുള്ളവരെ കാണിക്കുക. അതിഷ്ടമില്ലാത്തവർ ഞാൻ ചെയ്യണ്ട, ഞാൻ നിർബന്ധിക്കില്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കിഷ്ടമാണ്. എനിക്ക് ഈ ഒരു യൂട്യൂബിൽ പൈസ കിട്ടാനോ അല്ലാണ്ട് ഇത് കിട്ടാനോ അങ്ങനത്തെ ഒന്നുമല്ല. എൻ്റെ കഴിവ് ഞാൻ അതിൽ ഇതാക്കുക, അങ്ങനെയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ കുറേ ഫേമസ് ആവും, ഞാൻ കുറേ ഇതാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധി തോന്നി. ഒന്നാമത് ഞാൻ ന്യൂ ബോൺ ബേബിയായിട്ട് ചെറിയ കുട്ടികളുകൊണ്ട് വീട്ടിൽ തന്നെ നിൽക്കൽ, പുറത്ത് പോകാൻ എനിക്കൊണ്ട് പറ്റില്ല. കുട്ടിക്ക് വയ്യാത്തതും അതുകൊണ്ടൊക്കെ എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തുടങ്ങിയ ചാനലാണ്. വെറുതെ ടൈം പോകണമല്ലോ അങ്ങനെ വിചാരിച്ച് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. സബ്സ്ക്രൈബ് അല്ലേ, അതൊന്ന് ചെയ്യുക. പിന്നെ പറഞ്ഞാൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ബിസിനസ്സിൻ്റെ പേര് ദയാ ഫാഷൻസാണ്. അപ്പോൾ അതും ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അത് ഞാനും അമ്മയും അനിയത്തിയൊക്കെ തുടങ്ങിയൊരു ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് അത്ര വലിയ ധാരണയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ സാധാരണ ഒരു കുടുംബമാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ തോന്നിയൊരു കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ കുറച്ച് ഹോൾസെയിലായിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പർച്ചേസ് വിൽക്കണം. അപ്പം നിങ്ങളൊന്ന് നിങ്ങളെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങുന്ന അതേ ഡ്രസ്സ് തന്നെ ഇവിടെ, ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഡ്രസ്സിൻ്റെ വീഡിയോ, അതായത് ഡ്രസ്സിൻ്റെ മോഡലും അതിൻ്റെ പ്രൈസും അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ വന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് നിങ്ങളെന്ന് അറിയിച്ചതാണ്. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ.